പിന്നെ ഓർഗാനിക് നയത്രയിൽ എത്ര മാർക്കറ്റ് പ്ലേസ് ആയിരുന്നു, എത്ര D2C സ്റ്റോർ ഉണ്ടായിരുന്നോ? D2C സ്റ്റോർ കുറച്ച് ലേറ്റ് ആയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അതിൻ്റെ അകത്ത് വോളിയം ഉണ്ടായിരുന്നോ? വെരി ലോ, 10% താഴെ. 10 താഴെ. അപ്പം ഒരു ബ്രാൻഡ് മാർക്കറ്റ് പ്ലേസ് വെച്ചിട്ട് മാത്രം ബിൽഡ് ചെയ്യാം. അതെ. അത് ഏത് ഇയറിലായിരുന്നു നിങ്ങൾ ഓർഗാനിക് നയത്ര ആ ബ്രാൻഡ് ബിൽഡ് ചെയ്തത്? 18-19 നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. 18-19 നിങ്ങൾ മാർക്കറ്റ് പ്ലേസ് ലെവറേജ് ചെയ്തു. മാർക്കറ്റ് പ്ലേസ് അങ്ങോട്ട് കുതിച്ച് കയറുന്ന സമയത്ത് നിങ്ങളും അതിന്റെ കൂടെ അങ്ങോട്ട് നിന്നെടുത്ത്. അല്ല, ഇപ്പോൾ ഞങ്ങളുടെ ഒരു തോട്ട് പ്രോസസ് അങ്ങനെയാണ്. ഞാൻ മാർക്കറ്റ് പ്ലേസ് അടിപൊളിയാണ്, ലോഞ്ച് ചെയ്യുന്നത് മാർക്കറ്റ് പ്ലേസിൽ തന്നെ ആവണം എന്നുള്ളത്. കാരണം ഓൺ വെബ്സൈറ്റ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. ഡിസ്ട്രിബ്യൂഷൻ സോർട്ടഡ് ആണല്ലോ. അതെ, ഇപ്പം വിശ്വസിക്കുന്നുണ്ട്. ഈവൻ സോഷ്യൽ മീഡിയ പേജ് പോലും വേണ്ട ഒരു ബ്രാൻഡ് ലോഞ്ച് ചെയ്യാൻ എന്നുള്ളത്. കാരണം നമ്മൾ അങ്ങനെ എന്തോ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കണം, ഇതൊക്കെ ഉണ്ടെങ്കിലാണ് ബ്രാൻഡ് ആവുക എന്നുള്ളത്. അല്ല, ഓരോരുത്തർക്കും ഓരോ പ്ലേ ബുക്ക് ഉണ്ടാവും. എന്നാ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ക്യുക്കമേഴ്സ് ഭയങ്കര ഹിറ്റാന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആ ഒരു റൂട്ടിൽ പോയി നോക്കിയോ? ക്യുക്കമേഴ്സിൽ എല്ലാവരും ഇൻവെന്ററി മോഡലാണ് ചെയ്യുന്നത്, അതൊരു മാർക്കറ്റ് പ്ലേസ് മോഡലല്ല. കാരണം അവർ തന്നെ ഇൻവെന്ററി ഹോൾഡ് ചെയ്തിട്ട് അവർ തന്നെ സെല് ചെയ്യാണ്. അപ്പൊ അതിൽ ആസ് എ തേർഡ് പാർട്ടി സെല്ലർ നമുക്കൊന്നും അതിലിപ്പോൾ ഒരു റോളും ഇല്ല. നമ്മൾ ഏതെങ്കിലും ബ്രാൻഡുകൾ ഉണ്ടെങ്കിൽ അവരെ പിച്ച് ചെയ്തിട്ട് അവരെ ഇൻവെന്ററിയിലേക്ക് കയറ്റാൻ പറ്റുമോ നോക്കാം. അതായത് അവരെ ലൊക്കേഷനിൽ സാധനം സ്റ്റോർ ചെയ്യണം. അപ്പൊ അവിടെ ഒരു തേർഡ് പാർട്ടി പ്ലെയർക്ക് സ്കോപ്പ് ഇല്ല, ഇപ്പോഴത്തെ മോഡലിൽ ഇല്ല. ഇവൻച്വലി എന്തെങ്കിലും മെച്ചൂർഡ് ആവുന്ന സമയത്ത് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അങ്ങനത്തെ കേസിൽ ഫോർ ഓർഗാനിക് നയത്ര ഇറ്റ് വാസ് എ സൈഡ് ഹസിൽ ഫോർ ഹിം. ആരെങ്കിലും ഒന്ന് ഇത് മാനേജ് ചെയ്തേ പറ്റുള്ളൂ. ഇപ്പം നമ്മളിപ്പോ ക്യുക്കമേഴ്സിൽ ഇതാക്കണമെങ്കിലും അവിടെ ആരോ ഇത് മാനേജ് ചെയ്യണ്ടേ. ആണെങ്കിലും ഡാർക്ക് സ്റ്റോർ ബേസ് ചെയ്തിട്ടല്ലേ ഇത് വർക്ക് ചെയ്യണത്. അപ്പൊ ഇൻവെന്ററി എന്തായാലും അവരാണ് ഹോൾഡ് ചെയ്യുന്നത്. അതെ, ജസ്റ്റ് റീറ്റെയിൽ ചെയ്യുന്ന അവരെന്നെ. അപ്പൊ നമ്മളെ കയ്യിൽ ഒരു പോപ്പുലർ ബ്രാൻഡ് ഉണ്ടെങ്കിൽ അവർ നമ്മളെ ഇന്ന് വാങ്ങുന്നുള്ളൂ. കാരണം അവർക്ക് ലിമിറ്റഡ് യൂണിറ്റ് കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ, ലിമിറ്റഡ് SKU ഡാർക്ക് സ്റ്റോറിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതെ, കറക്റ്റ്. കാരണം 3000 അത്രയും. അപ്പൊ അതിൽ വളരെ പോപ്പുലർ ആയിട്ട് സെയിൽ ഫ്രീക്വൻസി കൂടുതലുള്ള പ്രൊഡക്റ്റുകൾ മാത്രമാണ് അവർ നോക്കുക. അവരെ പ്രോഫിറ്റബിലിറ്റി ആണ്. അവർക്ക് പെട്ടെന്ന് ആവറേജ് ഓർഡർ വാല്യൂ കൂട്ടണം. അതിന് ആൾക്കാർ പെട്ടെന്ന് കാർട്ടിലേക്ക് ഇടാൻ ചാൻസ് ഉള്ള പ്രൊഡക്റ്റുകൾ കറക്റ്റ് അത് എന്തായാലും ഉണ്ടാവില്ല, ഒരു പാറ്റേൺ ഉണ്ടാവില്ല കസ്റ്റമർ പർച്ചേസിന്റെ. അതെ, അപ്പൊ അതേ വെക്കുള്ളൂ. ഇപ്പൊ ഞാൻ എന്റെ ഒരു സ്വന്തമായിട്ട് ഒരു സോപ്പ് ബ്രാൻഡ് ഉണ്ടെന്ന് എഴുതിയിട്ട് എനിക്ക് സെപ്റ്റോലോ ഡോൻസിലോ വെക്കാൻ കഴിയില്ല. കാരണം അവര് നോക്കുക ഏറ്റവും പെട്ടെന്ന് വിറ്റ് പോകുന്ന ലൈഫ്ബോയ്, പിയേഴ്സ് പോലുള്ള കോമൺ ബ്രാൻഡുകൾ ഉണ്ടല്ലോ, വളരെ ആൾക്കാർക്ക് ഏറ്റവും പോപ്പുലർ ആയിട്ട് ഫെമിലിയർ ആയിട്ടുള്ള ബ്രാൻഡുകളായിരിക്കും അവരതിൽ സെല് ചെയ്യാൻ നോക്കുക. ഒരു പുതിയ ബ്രാൻഡിന് ലോഞ്ച് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോം ഒന്നല്ല. അല്ല, ബട്ട് ഇഫ് ദ ബ്രാൻഡ് ഹാസ് എ സ്ട്രോങ് സോഷ്യൽ മീഡിയ ഫോളോയിങ്, ആ സെനാരിയോ മാറൂലേ? അതല്ലൊരു കമ്മ്യൂണിറ്റി ഉള്ള ബ്രാൻഡ് ആണെങ്കിൽ സെയിൽ ഉണ്ട്, ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ അവരെടുക്കുള്ളൂ. കാരണം അവർക്ക് പിന്നെ എന്താ പറയാ, നമ്മള് സ്വാഭാവികമായിട്ട് നിങ്ങൾ സൂപ്പർ മാർക്കറ്റില് റാക്കിൽ ഒരു പ്രൊഡക്റ്റ് കയറി കഴിഞ്ഞാൽ സെയിൽ ഫ്രീക്വൻസി ഉണ്ടെങ്കിലല്ലേ അവർ രണ്ടാമത് അവിടെ റീഓർഡർ വരുള്ളൂ, അല്ലെങ്കിൽ ഇറ്റ് നോട്ട് മേക്ക് സെൻസ്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇത് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. സ്വാഭാവികമായിട്ടും ഈ ഇപ്പം ക്യുക്കമേഴ്സ് മോഡലിലേക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട് ഒക്കെ അഡാപ്റ്റ് ആവും. പക്ഷെ ആ മോഡൽ ഇനീഷ്യൽ മോഡലിന് പ്രസക്തി ഇല്ലാണ്ടാവുന്നൊന്നുമില്ല. ബ്രാൻഡുകൾ ബിൽഡ് ചെയ്യാൻ മാർക്കറ്റ് പ്ലേസ് ഇപ്പോഴും അടിപൊളി സംഭവമാണ്. പക്ഷേ ഇഫ് യു ബിൽഡ് എ ബ്രാൻഡ് ഇൻ സോഷ്യൽ മീഡിയ, ഇറ്റ് ഈസ് ഈസിയർ ടു ഗെറ്റ് ഇൻ ടു ക്യുക്കമേഴ്സ് പ്ലാറ്റ്ഫോംസ്. നമുക്ക് ലോക്കലി നിഷ് ഫോക്കസ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയ ഫോളോയിങ് ഉണ്ടാക്കാലോ. അതെ, പറ്റും. റൈറ്റ്, ഓക്കെ.